So, welcome back to One Nice Academy. 13th ഓഗസ്റ്റിലെ ന്യൂസ് പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ആർട്ടിക്കിളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഫക്ട്സ് പുൾഡ് ഇൻഫ്ലേഷൻ ടു 59-month ലോ ഓഫ് 3.54% ഇൻ ജൂലൈ. അപ്പം ഈ ആർട്ടിക്കിൾസിൽ റീസെൻ്റ് ആയിട്ട് നമുക്ക് RBI അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ലാസ്റ്റ് 59 മന്തിനെക്കാട്ടും ഒരു ലോ ഇൻഫ്ലേഷൻ ടാർഗറ്റ് അല്ലെങ്കിൽ ലോ ഒരു പണപ്പെരുപ്പം ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അർബൻ ഏരിയയിലാണ് കുറച്ചുകൂടി ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു. സോ ഈ ആർട്ടിക്കിൾസിൽ പല ഫുഡ് ഇൻഫ്ലേഷനെ പറ്റി പറയുന്നുണ്ട്, വെജിറ്റബിൾ ഇൻഫ്ലേഷനെ പറ്റി പറയുന്നുണ്ട്, അപ്പോൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും നോട്ട് ചെയ്യരുത്, ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. സോ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുള്ളത്, അർബൻ റൂറൽ ഡിവിഷൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഓക്കെ, അർബൻ ഏരിയയിൽ ഇൻഫ്ലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്തു, റൂറൽ ഏരിയയിൽ എങ്ങനെ കൺട്രോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഈ ആർട്ടിക്കിളിൽ നിന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് IIT മദ്രാസ് റിറ്റെയിൻ ടോപ്പ് സ്പോട്ട് ഇൻ NIRF റാങ്കിങ് ഫോർ 6th കോൺസിക്യൂട്ടീവ് ഇയർ. ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ NIRF എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫെസിലിറ്റി റാങ്കിങ് ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, സോ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഈ ഒരു NIRF റാങ്കിങ് നൽകുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയാസ് എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്ന NIRFുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ മാത്രം നോക്കുക. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രം നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ NIRFിൻ്റെ റാങ്കിങ് ക്രൈറ്റീരിയനുസരിച്ചിട്ടാണ് നമ്മുടെ പല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റാങ്കിങ് ക്രൈറ്റീരിയാസ് എന്നുള്ള കാര്യങ്ങൾ അത് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നില്ല, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. NIRFിൻ്റെ റാങ്കിങ് ക്രൈറ്റീരിയാസ് എങ്ങനെയാണെന്നുള്ളതും NIRFിൻ്റെ അകത്തുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ചെയർമാൻ ആരായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് UPSC പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ അല്ല, നമുക്ക് ഓൾറെഡി അറിയാം വയനാട് ഡിസാസ്റ്റർ വന്നതിന് ശേഷമുള്ള ഇഷ്യൂസുകൾ. സോ അത് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഒരു ഹെൽപ്പിംഗ് പല ഏരിയാസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പല സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. റീസെൻ്റായിട്ട് പുതിയ ആർട്ടിക്കിൾ വന്നതാണ് കേരള ബാങ്ക് ടു റൈറ്റ് ഓഫ് ലോൺസ് ഓഫ് വയനാട് ഡിസാസ്റ്റർ സർവൈവേഴ്സ്. ഒരു UPSC പെർസ്പെക്റ്റീവിലുള്ളതല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്തിക്സ് പേപ്പേഴ്സിലൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഡിസാസ്റ്റർ സർവൈവേഴ്സിൻ്റെ അടുത്ത് നിന്ന് എല്ലാ ലോണുകളും കേരള ബാങ്ക് എഴുതി തള്ളിയെന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ന്യൂസ് പേജ്. നമ്മളെല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്ന സെയിം പൊസിഷനിലാണ് ഈ ഒരു ആനന്ദ്നാഗ് ഉധംപൂറിൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ട് അല്ലേ. ജമ്മു ആൻഡ് കാശ്മീരിലെ ആനന്ദ്നാഗ് ഉധംപൂർ ഏകദേശം ഇതേ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിൾസ് എപ്പോഴും വരാറുള്ളത്. അപ്പോൾ അവിടെ ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. കൂടുതലായിട്ടൊന്നുമില്ല, അതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ഒന്നും അറിയില്ല, ജസ്റ്റ് വായിച്ച് നോക്കുക എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ആൻറ്റി ടെറർ ആക്ടിവിറ്റീസ്. സോ എന്താണ് നമ്മുടെ മിലിറ്ററി ഫോഴ്സസുകൾ, അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് ഒരു നാഷണൽ സെക്യൂരിറ്റി ഫ്രണ്ടിൽ നമുക്കുണ്ടാകുന്ന അപ്ഡേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിക്കിളാണ് 26 ഫ്രം അഫ്ഗാനിസ്ഥാൻ ഗ്രാൻറ്റഡ് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അണ്ടർ CAA. ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2009 ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ആക്ട് ആയിരുന്നു. സോ ആ ഒരു CAAൻ്റെ അണ്ടറിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 26 പൗരന്മാർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എങ്ങനെയാണ് നൽകിയെന്നുള്ള കാര്യം ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. LTV ഫോംസ് വഴിയാണ് ഈ ഒരു സിറ്റിസൺഷിപ്പ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, LTV മീൻസ് ലോങ് ടേം. അപ്പം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ലോങ് ടേം ഇന്ത്യയിൽ നിന്നതിന് ശേഷം അവർ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുക. ആ ഒരു പ്രൊസീജിയറിലാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിൽ UPA ഗവൺമെൻറ് എന്തൊക്കെയായിരുന്നു പ്രൊസീജിയേഴ്സ് കൊണ്ടുവരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറമെ ഹിന്ദു കമ്മ്യൂണിറ്റി, സിഖ്, പാഴ്സി തുടങ്ങിയിരിക്കുന്ന കമ്മ്യൂണിറ്റീസിന് എത്രയും പെട്ടെന്ന് സിറ്റിസൺഷിപ്പ് കൊടുക്കാമെന്നുള്ള ക്രൈറ്റീരിയ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിൽ ഉണ്ടായിരുന്നു. അതാണ് ഒരു കോൺട്രവേഴ്ഷ്യൽ കേസിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് പ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ 20 സിഖുകാർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകി എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ളതും അതിൽ ഏതൊക്കെ സെക്ടേഴ്സിനാണ് കൂടുതൽ ഒരു ഹെൽപ്പ് നൽകുന്ന കാര്യം കൂടി ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ചന്ദിപുര വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈറസ്. ഓക്കെ, മധ്യപ്രദേശിലാണ് ഈ ഒരു ചന്ദിപുര വൈറസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നമുക്ക് വരുന്ന ആർട്ടിക്കിൾസിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ചന്ദിപുര വൈറസ് കണ്ടെത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം 19ഓളം ഡെത്തുകൾ കൺഫേം ചെയ്തിട്ടാണ് ഈ ഒരു ചന്ദിപുര വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറസിനെ പറ്റി മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ചന്ദിപുര വൈറസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ദെൻ മണിപ്പൂർ CM's കോൾ ഫോർ സർവേ ടു റെക്കഗ്നൈസ് ഡിസ്ട്രിക്ട്സ്. നമുക്കറിയാം മണിപ്പൂരിൽ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു അല്ലേ. അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മണിപ്പൂർ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു ഇഷ്യൂസ്? മെയിനായിട്ട് മെയ്റ്റി പീപ്പിൾസും അതുപോലെ തന്നെ ഹിൽ ബേസ്ഡ് ആയിട്ടുള്ള കുക്കീസോ ഹമാർ പീപ്പിൾസോ തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അതായത് വാലി ബേസ്ഡുള്ള മെയ്റ്റി പീപ്പിൾസും ഹിൽ ബേസ്ഡ് ആയിട്ടുള്ള കുക്കി ട്രൈബ്സും തമ്മിലുള്ള ഇഷ്യൂസ് ആയിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്ന മെയിനായിട്ടുള്ള കലാപത്തിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് പുതിയൊരു ഡിസ്ട്രിക്ട്സ്, അപ്പോൾ മണിപ്പൂർ CM's പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കങ്പോപി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഡിസ്ട്രിക്ട്സ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട്സ് എന്തിൻ്റെ കൺവീനിയൻസിൻ്റെ ബേസിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ ബേസിലാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മണിപ്പൂർ CM ഈ ഒരു റീഓർഗനൈസേഷൻ ഓഫ് ഡിസ്ട്രിക്റ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അസംബ്ലിയിൽ പറഞ്ഞ കാര്യമായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രൈബൽ കൺവീനിയൻസിനനുസരിച്ച് ഡിസ്ട്രിക്ട്സ് ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഒരു മെജോറിറ്റി ട്രൈബ്സ് ഉണ്ടെങ്കിൽ അതിന് എല്ലാം കൂട്ടിയിട്ടൊരു ഒരു ഡിസ്ട്രിക്ട്സ് അവിടെ ഫോം ചെയ്യുന്നു. സോ ബേസിക്കലി ഇത്തരത്തിലുള്ള ഡിസ്ട്രിക്റ്റ് ഫോം ചെയ്യുന്നതാണ് കാങ്പോക്പി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഡിസ്ട്രിക്ട്സ്. സോ അങ്ങനെ ഡിസ്ട്രിക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് താങ്കൂൾ അതുപോലെ തന്നെ റോങ്മി നാഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ട്രൈബ്സിന് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ന്യൂസിൽ വരുന്ന സമയത്ത് കൂടുതലും ഫോക്കസ് ചെയ്യുക ഈ ട്രൈബ്സിൻ്റെ പേര് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എഴുതി വെക്കുക. അപ്പോൾ മണിപ്പൂരിലാണ് ഈ ട്രൈബ്സിൻ്റെ പേര് പറയുന്നത്. ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മണിപ്പൂരിന് ട്രൈബ്സിൻ്റെ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനാണോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനാണോ എന്നുള്ള ലെവലിലാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനനുസരിച്ചാണല്ലോ ഡിസ്ട്രിക്ട് ഫോം ചെയ്യുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ്. ട്രൈബൽ ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനാണ് ഇവിടെ ഈ ഒരു ഡിസ്ട്രിക്റ്റ് ഫോം ചെയ്യുന്നതാണ് മണിപ്പൂർ CM അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു അനദർ ആർട്ടിക്കിൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ബീഫ്സ് അപ്പ് മാരിടൈം സർവൈലൻസ്. സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ആർട്ടിക്കിൾ അല്ല. ഇതിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഇന്തോ ബംഗ്ലാദേശ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീ റൂട്ടിൽ ഒരുപാട് മൈഗ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ ഒരു ഇലക്ട്രോണിക് സർവൈലൻസ് സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ജസ്റ്റ് ഒരു സർവൈലൻസ് അവിടെ നടക്കുന്നത് മാത്രമാണ്. നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പ്രത്യേകമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു അപ്ഡേഷൻ ആയിട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, moving on to next article. Center takes a guarded position on Supreme Court's sub-quota verdicts. നമുക്കറിയാലോ SC/ST കാറ്റഗറീൻ്റെ അണ്ടറിലുള്ള സബ് കോട്ട വെർഡിക്റ്റ്. അപ്പോൾ ഈ വെർഡിക്റ്റ് കൊണ്ടുവരുന്നത് സമയം വരെ ഈ ക്രീമി ലെയർ, അപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ അകത്ത് എങ്ങനെയാണ് അവരെ സബ് കാറ്റഗറൈസേഷൻ ചെയ്യുന്നത്? ക്രീമി ലെയറിൻ്റെ ബേസിലാണ്. നമ്മൾ OBCയിൽ സബ് കാറ്റഗറൈസേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൽ സബ് കാറ്റഗറൈസേഷൻ ചെയ്യുന്നത്. അപ്പം ഈ സബ് ക്ലാസിഫിക്കേഷൻ അത്രയും ടൈമിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് വളരെ മ്യൂട്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് പ്രത്യേകമായിട്ടൊരു സ്റ്റാൻഡും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സുപ്രീം കോർട്ടും ഏകദേശം അത് ശരിവെച്ചു. സബ് ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണെന്നുള്ള കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്ഡേഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇതിൽ പ്രത്യേകമായിട്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ള എഫക്റ്റുകളെന്ന് പറയുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് അത് മ്യൂട്ടായിരുന്നതിൻ്റെ കാര്യം എന്താ, അവരൊന്നും സംസാരിച്ചിട്ടില്ല. അവർ കൂടുതലും ഈ സുപ്രീം കോടതിൻ്റെ വെർഡിക്റ്റ് വരുന്നവരെ കാത്തിരുന്നു. അതുവരെ സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അത് നോക്കാനുള്ള ആർട്ടിക്കിളാണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററി ടു റിലീസ് ഫ്രഷ് ഡ്രാഫ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ ആഫ്റ്റർ ഡീറ്റെയിൽഡ് ഡയലോഗ്. അപ്പോൾ എന്താണ് പുതിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ? അപ്പോൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാം. പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ എന്താണ്? അപ്പോൾ അത് ഏതിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ഇറ്റ്സ് എയിം ടു
റീപ്ലേസിംഗ് ദ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് ഓഫ് 1995. സോ ഈ ഒരു ആക്റ്റാണ് അത് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ലിലൂടെ അത് റീപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ, ഇൻ്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ IFF എന്ന് പറഞ്ഞിരിക്കുന്നൊരു ടീം. ഓക്കെ, സോ ആ ടീമിൻ്റെ ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിന് അവർ പല രീതിയിൽ ഇതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലസ് പോയിന്റുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ പോസിറ്റീവ് സൈഡിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി, ബ്രോഡ്കാസ്റ്റിങ്ങിൽ വളരെ നല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. ബട്ട് നെഗറ്റീവ് സൈഡിൽ നോക്കുന്ന സമയത്ത് സെൻസർഷിപ്പ്, സോഷ്യൽ മീഡിയ കണ്ടന്റിന് മുകളിലും അതുപോലെ തന്നെ മറ്റ് കണ്ടന്റിന് മുകളിലും കൂടി. നമുക്ക് ഇതുവരെ സെൻസർഷിപ്പ് എവിടെയായിരുന്നു, ടെലിവിഷൻ ഏരിയാസിൻ്റെ അകത്തേക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്താണ് സെൻസർഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. ബട്ട് നിലവിലത്തെ കണ്ടീഷൻസിൽ സെൻസർഷിപ്പ് വരുന്നത് സോഷ്യൽ മീഡിയ കണ്ടന്റ്സിലും സെൻസർഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ബേസിക്കലി അതൊരു പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സെൻസർഷിപ്പ് ആയി പോകുമോ എന്നൊരു കൺസേൺ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ഇപ്പോൾ നമ്മളൊരു ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ നമ്മൾ കുറ്റം പറയുന്നു, ഓട്ടോമാറ്റിക്കലി ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവരത് സെൻസർ ചെയ്ത് എടുത്തു മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, ഒരു ട്രാൻസ്പെറൻസി കുറച്ച് കുറവായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇതൊരു ആർട്ടിക്കിളായിട്ട് നിങ്ങൾക്ക് നോക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. TV ചാനൽസ് ടോൾഡ് ടു ഡിസ്പ്ലേ ഡേറ്റ് ടൈം ഓൺ വിഷ്വൽസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന പല ഡിസാസ്റ്റേഴ്സും എപ്പോഴും നടന്നതാണെന്നുള്ള കാര്യത്തിനകത്ത് കൺഫ്യൂഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ള കാര്യം, യൂണിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് ടെലിവിഷൻ നെറ്റ്വർക്കിലും നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ആ ഒരു വിഷ്വൽസ് അത് ഡേറ്റും ടൈമും സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഡിസാസ്റ്റർ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ പറ്റിയപ്പം വയനാട് ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഡേയ്സിന് ശേഷം വീണ്ടും അതേ ഡിസാസ്റ്റർ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ചിലപ്പോൾ കുറച്ച് മഴ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇത് വീണ്ടും അടുത്തൊരു ലാൻഡ് സ്ലൈഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഒരുപാട് പേര്. സോ അതുകൊണ്ട് ഏതൊരു വിഷ്വൽസുകളും നിങ്ങൾ ഡിസാസ്റ്റേഴ്സിൻ്റെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ടൈം ആൻഡ് ഡേറ്റ് നിങ്ങൾ സ്റ്റാമ്പ് ചെയ്യണം ആ വിഷ്വൽസിൻ്റെ മുകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന സമയത്ത് പലപ്പോഴും പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിൽ നടന്ന ഇഷ്യൂസ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ. പെട്ടെന്നൊരു സ്ഥലത്ത് നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞ എല്ലാവരോടും പോകാൻ പറഞ്ഞൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലേ, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണെന്ന് തോന്നുന്നു. എല്ലാവരും റീപ്ലേസ് അവിടെ നിന്ന് എന്താണ് മറ്റൊരു ഏരിയയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി. നെക്സ്റ്റ് ആർട്ടിക്കിൾ, SC ഡിക്ലൈൻസ് പെറ്റീഷൻ അഗെയിൻസ്റ്റ് ഡിസിഷൻ ഫോർ ഫ്രഷ് UGC നെറ്റ് എക്സാം. ഇപ്പോൾ UGC നെറ്റ് എക്സാമിനേഷൻ്റെ അത് നടന്നിരിക്കുന്ന ഇഷ്യൂസുകൾ CBI ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പേപ്പർ ചോർച്ചകളും കാര്യങ്ങളൊക്കെ. അപ്പം ഗവൺമെൻറ് വീണ്ടും പുതിയൊരു UGC, അതായത് ഏത് ഭാഗത്തു നിന്നാണ് പേപ്പർ ചോർച്ച നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയാസ് മാത്രം വീണ്ടും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. ഓരോ പേപ്പേഴ്സായിട്ടാണ് UGC നെറ്റ് എക്സാമിനേഷൻ. അതിൽ ഏത് പേപ്പേഴ്സിലാണ് വീഴ്ച വന്നിട്ടുള്ളതെന്നുള്ള കാര്യം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പേപ്പേഴ്സ് മാത്രം സെപ്പറേറ്റ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചതായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്. ബട്ട് സുപ്രീം കോടതി നിലവിലത്തെ കണ്ടീഷൻസിൽ പറഞ്ഞു, നിലവിൽ UGC നെറ്റ് ഫ്രഷ് ആയിട്ടുള്ള നെറ്റ് എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു പെറ്റീഷൻ സുപ്രീം കോടതി എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, പുതിയൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പുതിയൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ചെയ്യണ്ടെന്ന് പറഞ്ഞു. UGC നെറ്റ് എക്സാമിനേഷൻ ഏതിലാണോ നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, വീഴ്ച വന്നിട്ടുള്ള പേപ്പേഴ്സ് നെറ്റ് എക്സാമിനേഷനിൽ ആ ഒരു പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് UGC നെറ്റ് എക്സാമിനേഷൻ നമുക്ക് ഒരുപാട് പേപ്പേഴ്സാണല്ലോ. അപ്പോൾ പേപ്പേഴ്സിൻ്റെ അകത്ത് നിലവിൽ വീഴ്ച വന്നിരിക്കുന്ന പേപ്പേഴ്സിൻ്റെ അകത്ത് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അത് വീണ്ടും അതേ എക്സാമിനേഷൻ, കാരണം വെച്ചാൽ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്കത് റീ ഓപ്പൺ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജൂൺ 18 എക്സാമിനേഷൻ പറഞ്ഞത് അല്ലേ. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ, പിന്നീട് നമുക്ക് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ ഏരിയാസിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. മോസ്റ്റ് സെക്യൂരിറ്റി ക്യാമ്പ്സ് ഇൻ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് സെറ്റപ്പ് ഓൺ ട്രൈബൽ പ്രോപ്പർട്ടീസ്. ഇത് നിങ്ങൾക്ക് മെയിൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിക്കിളാണ്. അതായത് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് പറഞ്ഞിരിക്കുന്ന ട്രൈബൽ ഏരിയാസിൻ്റെ അകത്തേക്ക് നമുക്ക് ബസ്താർ ഡിവിഷൻ ഉണ്ട് ഛത്തീസ്ഗഡ് റീജിയനിൽ. അപ്പോൾ ബസ്താർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡെൻസർ ആയിട്ടുള്ള ഫോറസ്റ്റാണ്. കൂടുതലും ഈ ഒരു എന്താണ് എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഛത്തീസ്ഗഡിലെ ബസ്താർ റീജിയൻ. ഓക്കെ, എപ്പോഴും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഏരിയ ആണ്.
അപ്പോൾ അത്തരം ഒരുപാട് ഏരിയാസ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഏരിയയിൽ വരുന്ന സമയത്ത് ഡെൻസർ ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസ് ആണ് കൂടുതലും. അപ്പോൾ അവിടെ കൂടുതലുള്ള ട്രൈബൽ കാറ്റഗറിയിലാണ്. ഇപ്പോൾ ട്രൈബൽസും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പാരാമിലിറ്ററി ഫോഴ്സസുകൾ അവിടെ എന്ത് ചെയ്യും, ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള ഇഷ്യൂസ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ്താർ റീജിയനിൽ ആദിവാസി ട്രൈബൽ ഏരിയസിനൊക്കെ ഇത്തരം ക്യാമ്പുകൾ, പാരാമിലിറ്ററി ക്യാമ്പുകൾ എന്താ ചെയ്യുന്നത്, അവിടെ അവർക്കുള്ളൊരു പ്രൊട്ടക്ഷന് പകരമായിട്ട് അവിടെ മൈനിങ് ഇൻഡസ്ട്രീസിന് ഒരുപാട് മൈൻസുകൾ അവിടെ ഗവൺമെൻറ് തുടങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 51 മൈനുകളാണ് ഇപ്പോൾ നിലവിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡ് റീജിയനിൽ മാത്രമായിട്ട്. ഓക്കെ, സോ അതിൽ 14 മാത്രമാണ് പബ്ലിക് സെക്ടർ, ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മൈനിങ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ ഈ മൈനിങ് കൂടുന്നതനുസരിച്ചിട്ട് ട്രൈബൽ പീപ്പിൾസിൻ്റെ ഏരിയാസിനൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്ത് പോകണം. അവർ ആ ഏരിയാസൊക്കെ അവിടെ അണ്ടറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ട്രൈബൽസ് ഇതിനെന്തെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാരാമിലിറ്ററി ഫോഴ്സസുകൾ അവരെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്ന ആളുകൾ അവർക്ക് എതിരാവുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട കുറച്ച് ഏരിയാസുകൾ ജസ്റ്റ് നോക്കുക. ന്യൂസ് എന്താണെന്ന് ജസ്റ്റ് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഏരിയാസ് നോക്കുക. ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് റീജിയനിൽ വരുന്നത്, ഛത്തീസ്ഗഡിലെ ബസ്താർ റീജിയൻ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ മാപ്പ് ബേസിൽ നോക്കുക. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ വെസ്റ്റ് സിംഗ്ഭം എന്ന് പറഞ്ഞിട്ട് റീജിയൻ ഉണ്ട്. ഇത് നമുക്ക് മിനറൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ കോൽഹാൻ ഫോറസ്റ്റ്, ജാർഖണ്ഡിലെ കോൽഹാൻ ഫോറസ്റ്റ്. അപ്പോൾ പേരുകൾ കിട്ടുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ ട്രൈബൽ പീപ്പിൾസ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ട്രൈബൽ ഏരിയാസ് ആണല്ലോ കൂടുതൽ ഡിഫറൻസ് ചെയ്ത് പോകുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതിന് പകരം ഓക്കെ, അതിന് പകരം എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ അവർ പറഞ്ഞു പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്, പെസ ആക്ട് എന്ന് പറയും. പെസ ആക്ട് ഓഫ് 2006 അതുപോലെ തന്നെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006, ഈ രണ്ട് ആക്റ്റുകളും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ആക്റ്റുകളും ബേസിക്കലി എന്തായിരിക്കും, ട്രൈബൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്റ്റുകളാണ്. അപ്പം എന്താണ് പെസ ആക്ട്, എന്താണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006, ഈ രണ്ട് ആക്റ്റുകളും നോക്കാം. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിക്കോളൂ. കാരണം അങ്ങോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്റ്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രൈബൽസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. നമുക്കിതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ WPS 1972 ഫോറസ്റ്റ് ആക്ട് 2006 എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞിട്ട് എന്താണ്, അവിടുത്തെ ഫോറസ്റ്റിനെയും അവിടെയുള്ള ബാക്കിയുള്ള ജീവികളെയും രക്ഷിക്കാമെന്നുള്ളതാണ്. ഫോറസ്റ്റ് ആക്ട് പറയുന്നത് ട്രൈബൽസിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ ട്രൈബൽസ് ജീവിക്കുന്ന ഫോറസ്റ്റിലാണ്. അപ്പോൾ എപ്പോഴും ഇത് കോൺഫ്ലിക്റ്റ് ആണ് ഈ രണ്ട് നിയമങ്ങളും തമ്മിൽ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ, NCERT ഫൈൻഡ് സെവറൽ ഷോർട്ട് ഫോൾ ഇൻ ഫംഗ്ഷനിങ് ഓഫ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസ്. ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. ഇപ്പോൾ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസ് ഏകദേശം 254 കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസിൻ്റെ KGBV, അതിൻ്റെ NCERT ഒരു റീസെൻ്റ് ആയിട്ടൊരു എന്താണ് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ മനസ്സിലാക്കിയത് ഈ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയത്തിൻ്റെ അകത്ത് ഏകദേശം ഒരുപാട് ഡിസ്ട്രിക്ട്സിലുള്ള പെർഫോമൻസ് വളരെ പുവറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോൺ ഫങ്ഷണൽ KGBs ഒരുപാടെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബീഹാർ നോക്കാൻ 132 എണ്ണം, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ 88, ജമ്മു ആൻഡ് കാശ്മീരിൽ 84, ഉത്തർപ്രദേശിൽ 78, ഒഡീഷയിൽ 76. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസ് എന്താണെന്നുള്ളതും സോ അതിൻ്റെ ഫങ്ഷനിങ് എന്തുകൊണ്ടാണ് കുറയാൻ കാരണം ഇൻ മെയിൻ സ്പെഷ്യൽ, കാരണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ നമുക്ക് മാർക്ക് ചെയ്തിടാം. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കുറയുന്നത്? ഇപ്പോൾ ലോ സ്റ്റാഫ് റിട്ടൻഷൻ ആണ് കൂടുതലും. ഓക്കെ, അപ്പം ലോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഇൻകം ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയാസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തതോ ആയിരിക്കും ഈ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയത്തിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിട്ടൻഷൻ റേറ്റ് ഒക്കെ വളരെ വളരെ കുറവാണ്. അവിടെ എന്താണ് സ്റ്റാഫൊക്കെ നിൽക്കുന്നത് വളരെ കുറവാണ്. ഒരു 3% മാത്രമാണ് ഒരു 10 വർഷത്തിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളൊക്കെ ഉള്ളൂ. ഓക്കെ, സോ അതാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ്. ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എന്താണ് ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ്, IMO എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. IMO എന്ന് സെർച്ച് ചെയ്ത് അത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ വരും. ഇത് ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ് എന്താണ്, അതിൽ ഇന്ത്യ എങ്ങനെയാണ്, ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ മതി. ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ദെൻ മറ്റൊരു ആർട്ടിക്കിളാണ് ഫ്ലഡ് ഓഫ് സയൻറ്റിസ്റ്റ് ബ്രേസ് ഫോർ ഫ്ലഡ് ഓഫ് ജങ്ക് പേപ്പേഴ്സ് റിട്ടേൺ ബൈ AI. ഇത് ഒരു ആർട്ടിക്കിളായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് റിപ്പോർട്ട്സിലും അതുപോലെ തന്നെ ഇപ്പം ജേർണൽസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താണ് PhD പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും തീസിസ് ആണെന്നുണ്ടെങ്കിലും കൂടുതലും AI ഉപയോഗിച്ചിട്ടാണ്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഏകദേശം 13,000 പേപ്പേഴ്സ് എന്താണ് ജനറേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നാഷണൽ ലെവലിലല്ല, വേൾഡ് ലെവലുള്ളൊരു ന്യൂസ് ആട്ടോ പറയുന്നത്. എത്രത്തോളമാണ് ഈ ഒരു സ്റ്റഡീസിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്നുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ഡിസ്ഇൻഫർമേഷൻ ആൻഡ് സൈബർ ചക്രവ്യൂഹ്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾസിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ആൻഡ് സൈബർ വേൾഡിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഈ ഒരു ഡിസ്ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ സൈബർ ത്രെറ്റ് അറ്റാക്കുകൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പം എയുടെ എക്സസീവായിട്ടുള്ള യൂസേജ് നമുക്കറിയാം പല സ്ഥലത്തും. ഇപ്പോൾ ഡീപ്പ് ഫേക്കുകൾ വരാറുണ്ട്, പലതരത്തിലുള്ള ഇഷ്യൂസുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിലുള്ള എന്താണ് ഇപ്പം ഈ ആർട്ടിക്കിൾസിൽ ആദ്യത്തെ ഒരു കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകളും, സെക്കൻഡ് കോളത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സൈബർ ത്രെറ്റ്സ് അല്ലെങ്കിൽ സൈബർ അറ്റാക്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് റീസൺ ആയിട്ട് അറിയാം. മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ടേജ് വന്ന സമയത്ത് ഏകദേശം കംപ്ലീറ്റ്ലി എന്താണ് രാജ്യങ്ങളുടെ എക്കണോമി തന്നെ തകരുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. ചെറിയൊരു സോഫ്റ്റ്വെയർ ടൂൾ വന്നിരിക്കും. അപ്പോൾ ഒരു സൈബർ ത്രെറ്റുകളും എങ്ങനെയാണ് നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളും. ഇതിന് നമുക്ക് നിലവിലുള്ളത് സെർട്ടിനാണ്. സെർട്ടിൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടായിരുന്നു, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാൻ വെക്കാൻ. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് സെർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ സൈബർ ത്രെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടുതലും നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 2-3 പോയിന്റുകൾ പറഞ്ഞല്ലോ. വാനാക്രൈ അതുപോലെ തന്നെ ഹെക്സാനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈബർ അറ്റാക്സുകൾ നമുക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. പെഗാസസ് വൈറസ് കേട്ടിട്ടില്ലേ? പെഗാസസ് വൈറസ് അതുപോലെ തന്നെ വാനാക്രൈ ഹെക്സാനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൈബർ ത്രെറ്റുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇത്തരം അറ്റാക്കുകൾ വരുന്നുള്ള കാര്യം. അപ്പം അതുപോലെ തന്നെ സൈബർ അറ്റാക്സും ഫിഷിംഗ് ആയിക്കോട്ടെ സ്കാമിങ് ആയിക്കോട്ടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസുകളെ കൊണ്ട് എങ്ങനെയാണ് ഡിസ്ഇൻഫർമേഷൻസ് നടക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രൊട്ടക്ഷൻ. സോ അതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ ജസ്റ്റ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സിംഗിൾ റീഡിങ് വളരെ പെട്ടെന്ന് പോയി നോക്കാം. ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ടോപ്പ് കോർട്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ലിബർട്ടീസ്. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മനീഷ് സിസോഡിയ അല്ലേ, റീസെൻ്റ് ആയിട്ട് മനീഷ് സിസോഡിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഡൽഹിയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ PMLA ഒരു ആക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡൽഹി അരവിന്ദ് കെജ്രിവാൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡൽഹി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മനീഷ് സിസോഡിയ അദ്ദേഹത്തിനെതിരെയും ഈ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ PMLA ഒരു വെർഡിക്റ്റ് വന്നു. അപ്പോൾ PMLA അവർക്ക് എന്താണ് ബെയിൽ നൽകാൻ, PMLA പ്രത്യേകത എന്ന് വെച്ചാൽ ബെയിൽ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മണി ലോണ്ടറിങ് ആക്ടിനകത്ത് ബെയിൽ നൽകില്ല. അപ്പം റീസെൻ്റ് ആയിട്ട് സുപ്രീം കോടതി ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ വായിച്ച കാര്യമായിരുന്നു, സുപ്രീം കോടതി ബെയിൽ നൽകി. ബെയിൽ ഇസ് എ നോം ആൻഡ് ജയിൽ ഈസ് എൻ എക്സെംഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ബെയിൽ നൽകിയത് കൊണ്ടുള്ള ഇഷ്യൂസിൻ്റെ മുകളിൽ പിന്നീട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ദ ടോപ്പ് കോർട്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ലിബർട്ടീസ്. ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പം ടോപ്പ് കോർട്ട് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടായിട്ടുള്ള സുപ്രീം കോർട്ട്. ആ ബെയിൽ നൽകിയതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളാണ് ഇതിൻ്റെ അത് പറയുന്നത്. സോ എങ്ങനെയാണ് ബെയിൽ നൽകേണ്ടത്. ഓക്കെ, ബെയിൽ നൽകി കഴിഞ്ഞാൽ കാരണം എല്ലാവരുടെയും ലിബർട്ടീസ്, കാരണം ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ട്രയൽ പീരീഡ് ഒരിക്കലും ഒരു അവർക്കുള്ള ഒരു പണിഷ്മെൻ്റ് അല്ല. ഓക്കെ, ഒരു കേസ് വരുന്നു, അതിന് ട്രയൽ ഇങ്ങനെ നീണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പണിഷ്മെൻ്റ് അല്ല. ഓക്കെ, ആ ട്രയൽ പീരീഡ് പോകുന്ന അത്രയും കാലയളവിൽ ഇവരെന്തായിരിക്കും, റിമാൻഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബെയിൽ അവർക്ക് ലഭിക്കില്ല. ഓക്കെ, അവർ ചിലപ്പോൾ ജയിൽ അറസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഹോം അറസ്റ്റ് ആയിരിക്കാം. അപ്പം അത് ഉണ്ടാവാൻ പാടില്ല. അതിന് മുന്നേ അവർക്ക് ബെയിൽ നൽകാം. ഓക്കെ, ട്രയൽ പീരീഡിൽ അവർക്ക് ബെയിൽ നൽകിയ കണ്ടീഷൻസ് ആയിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി മണി ലോണ്ടറിങ് ആക്ടിൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രകാരം ഇത് കൊടുക്കില്ല. എന്ത് കൊടുക്കില്ല, ബെയിൽ കൊടുക്കാൻ നിൽക്കില്ല. അതാണ് അതേ ആക്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതിനെതിരെ സുപ്രീം കോടതിൻ്റെ റൂളിംഗ് വന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കണം മറ്റൊരു ആർട്ടിക്കിളാണ് സിക വൈറസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾസിൽ 2 വൈറസാണ് നോക്കിയത്, ചാൻഡിപൂര വൈറസും അതുപോലെ തന്നെ സിക വൈറസും. ഓക്കെ, അപ്പോൾ സിക വൈറസ് കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസുകൾ എന്താണ്? അപ്പോൾ സിക വൈറസ് കൂടുതലും ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനാണ്. അപ്പോൾ ആരെയാണ് കുറച്ചുകൂടി ബാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് പ്രീ മെച്യൂർ ഡെത്ത് വരാം, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരാം, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കാം. കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കാം. അതുപോലെ തന്നെ ഇവിടെ 2-3 മൈക്രോഫിലായി അതുപോലെ തന്നെ ഒരു ന്യൂറോളജിക്കൽ ഇമ്പയർമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ സിക വൈറസ് കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസുകൾ എന്താണ്, ആരെയാണിത് സിക വൈറസ് ബാധിക്കുന്നത്, ആ ഒരു കാര്യങ്ങൾ മാത്രം ആർട്ടിക്കിൾ നോക്കിയാൽ മാത്രം മതി. കൂടുതൽ ബാധിക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനെയാണ് ബാധിക്കുന്നത്. സിക വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് എപ്പോഴാണ് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ.
ദെൻ പവർ സെക്ടർ വൂസ് ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് നമുക്കറിയാം ഡിവൈഡ് ചെയ്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന പവർ സെക്ടർ ഡിവിഷനെ പറ്റിയാണ്. ഈ ഒരു ആർട്ടിക്കിൾസിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ആന്ധ്രാപ്രദേശും അതുപോലെ YSR കോൺഗ്രസ് പാർട്ടി ഗവൺമെൻറ് തമ്മിലുള്ള ഇഷ്യൂസൊക്കെയാണ്. ആന്ധ്രാപ്രദേശ് നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ. അപ്പോൾ ഡിവൈഡ് ചെയ്ത സമയത്ത് അവരുടെ പവർ സെക്ടർ, കാരണം ആന്ധ്രാപ്രദേശ് മൊത്തമായിട്ടിരിക്കുന്ന സമയത്ത് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സെയിം ആയിട്ടായിരുന്നു. ബട്ട് ഇതിപ്പോൾ രണ്ട് സ്റ്റേറ്റ് ആയ സമയത്ത് പവർ ഡിസ്ട്രിബ്യൂഷന് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഒരു ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരെ അടുത്ത സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അടുത്ത സ്റ്റേറ്റിന് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന മറ്റേ സ്റ്റേറ്റിന് എന്തായിരിക്കും കൂടുതൽ പൈസ ചിലവായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ആർട്ടിക്കിൾ ഒരുപാട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിത് ഈ ഒരു രീതിയിൽ നോക്കണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുക, സ്പീഡിൽ വായിച്ചു നോക്കുക. ഇതിനകത്ത് ഡേറ്റുകൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്പേഴ്സ് പറയുന്നുണ്ട്. അതൊന്നും നോക്കണ്ട. ഡിസ്കോംസും എങ്ങനെയാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ, നോർമലി എങ്ങനെയാണ് ഇന്ത്യയിൽ നടക്കുന്ന പവർ ഡിസ്ട്രിബ്യൂഷൻ, കുറച്ച് ഒന്നുമില്ല. നമ്മൾ പവർ ഡിസ്ട്രിബ്യൂഷൻസ് ആരാണോ പവർ ജനറേറ്റ് ചെയ്യുന്നത് ആ ജനറേറ്റേഴ്സ് നമ്മൾ പവർ വാങ്ങുന്നു. പിന്നെ ഡിസ്കോംസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് നമ്മളൊരു പൈസ കൊടുക്കുക, ഗവൺമെൻറ് പൈസ കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ക്രൈറ്റീരിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ദ സെയിം ആർട്ടിക്കിൾ സോഷ്യോ എക്കണോമിക് ഡിഫറൻഷ്യൽ വിത്തിൻ SCs ആൻഡ് STs. അപ്പോൾ നമ്മൾ സബ് കാറ്റഗറൈസേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള സോഷ്യോ എക്കണോമിക് ഡിഫറൻസുകൾ എന്താണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ആർട്ടിക്കിളും പറയുന്നത്. ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ ഓൺ ദ അലിഗേഷൻ അഗെയിൻസ്റ്റ് സെബി ചീഫ്. ഇപ്പോൾ സെബി ചീഫിനെതിരെയുള്ള അലിഗേഷൻസ് നമ്മൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇന്നലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സെബി ചീഫ് അദാനി ഗ്രൂപ്പ്സിൻ്റെ ഓഫ് ഷോർ ഷെയറുകൾ പുറത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെബി എന്നിട്ടുള്ളത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലെ അല്ലേ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പം സെബി ചീഫ് തന്നെ എന്ത് വാങ്ങി, അദാനി ഗ്രൂപ്പിൻ്റെ ഓഫ് ഷോർ സ്റ്റേക്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് സെബിയുടെ തന്നെ ഏറ്റവും ചീഫായിട്ടുള്ള ആളുകൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള ഫ്ലക്ച്വേഷൻസിന് കാരണമായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ കേസുകൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. സെബി ചീഫ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഓഫ് ഷോർ ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ, ആ ഒരു നിയന്ത്രിക്കേണ്ട ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് സ്റ്റോക്കുകൾ വാങ്ങുക. കാരണം അദാനി ഗ്രൂപ്പിൻ്റെ ഒക്കെ സ്റ്റോക്സ് എന്ന് വെച്ചാൽ വളരെ വലിയ സ്റ്റോക്സ് ആണ്. അപ്പോൾ ഓഫ് ഷോർ സ്റ്റോക്സ് ആണ് അവർ ഷെയറാണ് അവർ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നിലവിൽ നടക്കുന്ന ഇഷ്യൂസ്. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നല്ല ഡൗൺ ഗ്രേഡിങ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചീഫ് തന്നെ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതിനെതിരെ കേസ് നടത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് ആർട്ടിക്കിൾ വായിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളാണ് ദ ടെക് ദാറ്റ് ഹെൽപ്സ് വെഹിക്കിൾ ഫ്രം ബംപിങ് ഇൻ ടു ഈച്ച് അതർ. നമുക്ക് റീസെൻ്റ് ആയിട്ട് ട്രെയിൻ ആക്സിഡൻറ്റ് അറിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ. പല ട്രെയിൻ ആക്സിഡൻസും സിഗ്നൽസിൻ്റെ മിസ്റ്റേക്സുകളുണ്ട്, ട്രെയിൻ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ കേട്ടൊരു പേരായിരിക്കും കവച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ റെയിൽവേൻ്റെ അകത്ത് എന്തിനാണ് കവച് എന്ന് പറഞ്ഞിരിക്കുന്ന സിസ്റ്റം. കവച് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റമാണ്, CAS സിസ്റ്റമാണ്. അത് കവച് എല്ലാ ട്രെയിനിലും ഉണ്ടായിരിക്കും. അപ്പം ഓപ്പോസിറ്റ് ഇപ്പോൾ സിഗ്നൽസ് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കവച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കവച് സിസ്റ്റം ഫെയിലിയർ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്ന ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് അറിയില്ല, 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ച കാര്യം. അപ്പം ഈ കവച് സിസ്റ്റമായി കവച് സിസ്റ്റം മാത്രമല്ല ഇതിൽ ഇപ്പം ഈ ഒരു ആർട്ടിക്കിൾ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വെഹിക്കിൾസ് നോർമൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിലും കാര്യങ്ങൾക്കൊക്കെ ഇത്തരം ഒരു CAS സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ സമയത്താണ് കവച് സിസ്റ്റം. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ക്രാഷ് ആവാതിരിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്, ട്രാൻസ്പോണ്ടേഴ്സ്. അപ്പം ലാൻഡ് റൂട്ട്, റെയിൽ റൂട്ട്, സീ റൂട്ട്, അതുപോലെ തന്നെ എയർ റൂട്ട്, 4 റൂട്ടിലും ഉപയോഗിക്കുന്ന CAS സിസ്റ്റത്തിനെ പറ്റി ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ 4 റൂട്ടിലും പോകുന്ന CAS സിസ്റ്റം എങ്ങനെയാണ്, വളരെ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഒരുപാട് സമയം ആർട്ടിക്കിൾസിൻ്റെ പിന്നാലെ ഇരിക്കാൻ നിൽക്കരുത്.